ഹലോ കൂട്ടുകാരെ, ഡോഗ്സ് ഉള്ള ഫ്രണ്ട്സും ഫാമിലിക്കൊക്കെ അയച്ചു കൊടുക്കുക. നമ്മൾ വീട്ടിൽ വന്ന് നിങ്ങൾ ഡോഗിനെ ഗ്രൂം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വയസ്സായ ആൾക്കാരൊക്കെയാണ് വീട്ടിലെന്നുണ്ടെങ്കിൽ, നിങ്ങൾ മക്കളൊന്നും വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ അവരെല്ലാ ആഴ്ചയും കിടന്ന് കുളിപ്പിച്ച് നടുവൊടിഞ്ഞ് കഷ്ടപ്പെടുന്നുണ്ടാവും. അപ്പോൾ പാവപ്പെട്ട ഡോഗാണ്, കടിക്കത്തൊന്നുമില്ല, പീസ്ഫുള്ളായിട്ട് നിൽക്കുകയാണ്, കുളിപ്പിച്ചാൽ മാത്രം മതി, നഖമൊക്കെ വെട്ടൊന്ന് വൃത്തിയാക്കിയാൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ വിളിക്കാം. അത് പ്രൊഫഷണൽ ആയിട്ടുള്ള ഗ്രൂമിങ് വേണം. എൻ്റെ ഡോഗ് ഷിറ്റ്സു ആണ് അല്ലെങ്കിൽ മാൾട്ടേസ് ആണ്, അപ്പോൾ ആ രീതിയിൽ കട്ട് ചെയ്യണം, ഇന്ന രീതിയിലുള്ള ഗൂഗിൾ പിക്ചേഴ്സ് തരണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മളെ പ്രൊഫഷണൽ ഗ്രൂമർ വന്ന് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മറ്റത് ഞാനായിരിക്കും വന്ന് ചെയ്യുന്നത്, മറ്റേ പ്രൊഫഷണൽ ഗ്രൂമർ ആയിരിക്കും വന്ന് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ എക്കണോമിക്കൽ വയബിൾ അത് ചൂസ് ചെയ്യാം. നമ്മൾ വീട്ടിൽ വന്നാൽ മാത്രമാണ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ പോകുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും എന്താണ് ഇവൻ്റെ സ്കിന്നിന് അല്ലെങ്കിൽ ഫറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നതിന് റൂട്ട് കോസ് കണ്ടുപിടിക്കാൻ പറ്റും. ചിലപ്പോൾ ഡെറ്റോൾ ഉപയോഗിക്കുന്നുണ്ടാവും, വീട്ടിൽ ഫിനോയിൽ ഉപയോഗിക്കുന്നുണ്ടാവും. ഇതൊക്കെ നമുക്ക് ചുറ്റുപാടും കാണുമ്പോഴത്തേക്ക് ഫംഗൽ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസസ് എന്താണ്, കിടക്കുന്ന സ്ഥലം എങ്ങനെയുണ്ട്, കൂടിന് വൃത്തിയുണ്ടോ. അപ്പോൾ നമ്മൾ കുളിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല. ഇതൊക്കെ നമുക്ക് കളക്ട് ചെയ്ത് തന്നെ പല പ്രശ്നങ്ങളും മാറാൻ പറ്റും. അപ്പോൾ എല്ലാ ആഴ്ചയും ഡോഗിനെ കുളിപ്പിക്കേണ്ട, ഒറ്റ ദിവസം മാസത്തിൽ കുളിപ്പിച്ചാൽ മതി. അതിനുവേണ്ടി നമ്മളെ കോൺടാക്ട് ചെയ്യുക. നമ്മൾ വീട്ടിൽ വന്ന് അട്ടിപ്പൊളി ഒരു ബാത്ത് കൊടുത്തിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എല്ലാ ആഴ്ചയും കിടന്ന് കഷ്ടപ്പെടേണ്ട. നല്ല മണമൊക്കെ ആയിട്ട് നിൽക്കാൻ വേണ്ടിയുള്ള സ്പ്രേ ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം, ഡ്രൈ ബാത്തൊക്കെ നിങ്ങൾക്ക് ചെയ്ത് തുടച്ചെടുക്കാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് ബഡ്ജറ്റിൽ ചെയ്യണമെന്നുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് നിങ്ങളെ ഗ്രൂമിങ് അറേഞ്ച് ചെയ്യുന്നതായിരിക്കും, ഇൻക്ലൂഡിങ് ഷാമ്പൂ കോസ്റ്റും അതേപോലെ പെട്രോൾ ചിലവ്, നമ്മൾ അവിടെ വരെ വന്നതിൻ്റെ ട്രാൻസ്പോർട്ടേഷനും ഒക്കെ ചേർത്തിട്ടുള്ള ബില്ലായിരിക്കും നമ്മൾ പറയുന്നത്. അതുകൊണ്ട് കേട്ട് ഞെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഒരു സെൻറ്ററിൽ കൊണ്ടുപോയി ചെയ്യുന്നതിനേക്കാളും ലാഭമായിരിക്കും ഇൻ ദ എൻഡ്. കാരണം അവിടെ കൊണ്ടുപോയി അവിടുന്ന് വല്ല ഡോഗിൻ്റെ അസുഖം കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ലവ് യു വേറെ വീഡിയോ കാണാം. ബൈ.